ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീഡ്സ് വെച്ചിട്ടൊന്ന് ഒരു കമ്മൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസൊക്കെ നമുക്ക് കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഞെക്കിയേക്കാം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തേക്കണം ഇവിടെ സീഡ് ബീഡാണ് കേട്ടോ. 2 mm സീഡ് ഗോൾഡൻ കളർ സീഡ് ബീഡാണ് എടുത്തിരിക്കണേ. അതിന് ശേഷം 3 mm ഗ്ലാസ് ബീഡാണ് കേട്ടോ. ഇത് 3 mm ഗ്ലാസ് ബീഡാണ് എടുത്തേക്കണത്. അത് ഞാൻ ആവശ്യത്തിനനുസരിച്ച് എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ കളറൊക്കെയാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ ചേഞ്ച് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തേക്കണത് 8 mm ക്രാക്ക് ബീഡാണ് കേട്ടോ. ആ സെയിം കളറിൽ തന്നെയുള്ള ബീഡാണ് എടുത്തേക്കണത്. അതും ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തേക്കണത് ഇവിടെ കോപ്പർ വയറാണ്. അത് 0.3 ആണ് കേട്ടോ എടുത്തേക്കണേ. 0.3 mm. പിന്നെ നമുക്ക് ഹെഡ് പിൻ ആവശ്യമുണ്ട്. പിന്നെ കമ്മലിൻ്റെ സ്റ്റഡാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ ഇവിടെ സ്റ്റഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഫിക്സ് ചെയ്യണേ ടൈറ്റ് ചെയ്ത് വെക്കണ സാധനം പേരെനിക്കറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ ഒരു പ്ലെയർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കെയിൽ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. നമുക്ക് കോപ്പർ വയറിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കെയിൽ എടുത്തേക്കണത്. അതിൻ്റെ ഏകദേശം ഒരു അളവ് വെച്ചെടുക്കുകയാണെങ്കിൽ അത് ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 18 സെൻറ്റിമീറ്ററാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ നമ്മുടെ വയർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മൾ 3 mm ബീഡാണ് കേട്ടോ കോർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സീഡ് ബീഡാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു 3 എണ്ണമാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുത്ത് 3 mm. അതിന് ശേഷം 3 സീഡ് ബീഡ് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഫുള്ളായിട്ട് അറ്റത്തേക്ക് ആക്കിയിട്ടില്ല. നമുക്ക് ആ തുമ്പുവശം പിരിച്ച് എടുക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. അതിനായിട്ട് തന്നെ നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷമാണ് ബീഡ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ കോർത്ത വശം തന്നെ നമ്മുടെ അതായത് 3 mm ഉള്ളിലൂടെ മാത്രം നമ്മൾ ആ വയറ് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഓപ്പോസിറ്റ് രൂപത്തിൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താ ചെയ്യണമെന്ന്. പറയണത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ സീഡ് ബീഡിനെ ഒന്ന് പിരിച്ച് ഒരു മുന്തിരിക്കൊലയുടെ ഷേപ്പാക്കി എടുക്കണം. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും അതേ രീതിയിലാണ് റിപ്പീറ്റ് ചെയ്ത് പോണേ. ഒരു 3 mm ബീഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 3 സീഡ് ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ ഉള്ളിലൂടെ മാത്രമാണ് നമ്മൾ കോപ്പർ വയർ കയറ്റി കൊടുക്കുന്നത്. നമ്മൾ സെക്കൻഡ് ചെയ്യണ ബീഡ് ഫസ്റ്റ് ചെയ്ത ബീഡിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് വേണം. അതായത് ഗ്യാപ്പ് വരാൻ പാടില്ല. അതിൻ്റെ ഇടയിലായിട്ട് ഗ്യാപ്പ് വരാൻ പാടില്ല. ആ ബീഡിനെ വലിച്ച് നമ്മൾ ഫസ്റ്റ് ബീഡിൻ്റെ അടുത്ത് കൊണ്ടെത്തിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബീഡ്സും അതുപോലെ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ബീഡ്സ് കോർക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ നമ്മുടെ ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ബീഡ്സും ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് അത് ഇങ്ങനെ കയറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് എളുപ്പത്തിൽ കയറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. അതിന് ശേഷം ബീഡ്സ് അറ്റത്തേക്ക് ഇങ്ങനെ വലിച്ച് ഇതൊക്കെയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അത് പിരിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ 5 ബീഡാണ് കേട്ടോ. 5 3 mm ബീഡാണ് ചെയ്തെടുക്കണേ. അപ്പോൾ അത് ചെയ്തെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 പീസും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. 5 മുത്തുകളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് ആയിട്ട് കുറച്ച് വയറ് ബാലൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കുറച്ച് ഗ്യാപ്പ് ഇട്ടതും പിന്നെ ഇതിലത്തെ ബാലൻസും കൂടി വന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം. നല്ലതുപോലെ നല്ലോണം പിരിച്ചു കൊടുക്കാം കേട്ടോ. പിരിച്ചിങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്കത് വളച്ച് ഒരു ഹുക്ക് പോലെ, അതായത് ഹോളാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പ്ലെയർ യൂസ് ചെയ്ത് അത് സെൻറ്ററിൽ വെച്ചൊന്ന് വളച്ചെടുത്തിട്ടുണ്ട്. വളച്ചതിന് ശേഷം ആ പ്ലെയർ അങ്ങനെ തന്നെ പിടിച്ചതിന് ശേഷം നമ്മൾ
വയറ് കൈവച്ച് അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കൊടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന പോലെ ചുറ്റി അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ തുമ്പ് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പ്ലെയർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കമ്മലിൻ്റെ ബേസ് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതിനൊരു ഹാങ്ങിങ് കൊടുക്കണം. അതിനാണ് നമ്മൾ ഹെഡ് പിന്ന് യൂസ് ചെയ്തിട്ട് നമ്മുടെ 8 mm ബീഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 8 mm ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ടൈറ്റ് ആവണ വിധത്തിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പ്ലെയർ യൂസ് ചെയ്ത് വളച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ളത് വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ശേഷം നമ്മൾ ഹാങ്ങിങ് ഒന്ന് ജസ്റ്റ് വളച്ചതിന് ശേഷം നമ്മുടെ ബേസ് അതിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ബേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ബേസ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് സ്റ്റഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സ്റ്റഡാണ് ഇതാക്കണേ. ഹാങ്ങിങ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ആയാലും കൊടുക്കാം കേട്ടോ. ഒരു ജംറിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഹാങ്ങിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റഡ് കൊടുക്കണ കാരണം ബാക്കിലായിട്ട് നമ്മുടെ B7000 ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റഡ് അതിലേക്ക് ഫിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ നമുക്കത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ പെയർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരാം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.